ഹായ് ഫ്രണ്ട്സ്, ആൻഗുലാറിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇന്റർപോളേഷനും ഇവന്റ് ഹാൻഡ്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇന്റർപോളേഷൻ എന്താണെന്നും കൂടെ പറഞ്ഞുതരാം. ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനെ നമ്മൾ ഡയറക്റ്റ് HTML ബൈൻഡ് ചെയ്തു. അതായത് നമ്മൾ ഡബിൾ കേർലി ബ്രാക്കറ്റിൽ അത് ബൈൻഡ് ചെയ്തപ്പോൾ ആ വാല്യൂ HTML കിട്ടി ഈ ബ്രൗസറിൽ അത് ഡിസ്പ്ലേ ചെയ്യും. അതിനാണ് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡാറ്റ ഫ്ലോ എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് ഫയലിൽ നിന്ന് നേരെ ഡയറക്റ്റ് HTML ഫയലിലോട്ടായിരിക്കും ഫ്ലോ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് ഇവന്റ് ഹാൻഡ്ലിംഗ് ആയിരുന്നു. ഇവന്റ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആ ഫംഗ്ഷനെ നമ്മൾ നേരെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ കാൾ ചെയ്യുമ്പോൾ അതിന്റെ ലോജിക് ഇവിടെ വർക്ക് ആവും. അപ്പോൾ അത് മീൻസ് നമ്മൾ ഈ ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ HTML ടു ടൈപ്പ് സ്ക്രിപ്റ്റ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2-വേ ഡാറ്റ ബൈൻഡിങ് ആണ്. ഈ നെയിമിൽ തന്നെ ഉണ്ട് 2-വേ, അതായത് രണ്ട് ഡയറക്ഷനിലോട്ടും അറ്റ് എ ടൈം സെയിം ടൈം രണ്ട് ഡയറക്ഷൻ. അതായത് ഈ ടൈപ്പ് സ്ക്രിപ്റ്റിൽ നിന്നും HTML നിന്നും വീണ്ടും ടൈപ്പ് സ്ക്രിപ്റ്റിലോട്ടും ഒരേ ടൈം ഡാറ്റ ഫ്ലോ പോകുന്നതാണ് 2-വേ ഡാറ്റ ബൈൻഡിങ് എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതിനു വേണ്ടി ആദ്യം ഞാൻ ഒരു പ്രോപ്പർട്ടി ഡിക്ലെയർ ചെയ്തു. പബ്ലിക് കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അതിനെ ഞാൻ ഇനി എന്ത് ചെയ്തു, എനിക്കിവിടെ ഒരു ഇൻപുട്ട് ടാഗ് വേണം. അതിന് മുന്നേ ഞാൻ ഡിവിഷൻ കൊടുത്തു. അതിൻ്റെ ഉള്ളിടാം സ്റ്റൈൽ ഈക്വൽ ടു ടെക്സ്റ്റ്. ഇനി ഇതിന്റെ ഉള്ളിൽ എനിക്കൊരു ഇൻപുട്ട് ടാഗ് വേണം, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ടൈപ്പ് അല്ല, ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ. എനിക്ക് നമ്പർ ആണ്. ഓക്കെ, കോഡ് നമ്പർ അല്ലേ, അപ്പൊ ഞാൻ അവിടെ നമ്പർ കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് എന്ത് വേണം, ഇതിനെ നമ്മൾ ഈ കൗണ്ടിനെ എനിക്ക് ഇവിടെ ബൈൻഡ് ചെയ്യണം. അതിനാണ് നമ്മൾ 2-വേ ഡാറ്റ ബൈൻഡ് സിൻടാക്സ് ഉണ്ട്. ng മോഡൽ എന്ന് പറഞ്ഞ ഡയറക്റ്റീവ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. ng മോഡലിന്റെ സിൻടാക്സ് ഞാൻ പറഞ്ഞത്, ng മോഡൽ എന്നടിച്ചിട്ട് ടാബ് അടിച്ചാൽ കണ്ടോ, ng മോഡൽ ഈക്വൽ ടു ബൈൻഡിങ്. ഈ ബൈൻഡിങ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ ഈ ടൈപ്പ് സ്ക്രിപ്റ്റുള്ള വേരിയബിളിനെ നമ്മൾ ബൈൻഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ കൗണ്ട് ആണ്. അപ്പൊ നമ്മൾ ഈ കൗണ്ടിനെ ഇവിടെ ബൈൻഡ് ചെയ്യണം. ഓക്കെ, കൗണ്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ബ്രൗസറിൽ പോയി നോക്കാം എന്താ സംഭവിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു 0 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 0 എവിടെ നിന്ന് വന്നു? ഈ 0 വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ ഉണ്ടോ, പബ്ലിക് കൗണ്ട് ഈക്വൽ ടു 0. ഓക്കെ, ആ 0 ആണ് നമ്മുടെ HTML ഇവിടെ ബൈൻഡ് ചെയ്തപ്പോൾ ഡിസ്പ്ലേ ആയത് ഈ ഇൻപുട്ടിൽ. ഓക്കെ, അപ്പൊ ഇവിടെ 0 ഡിസ്പ്ലേ ആയി. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്താൽ എന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ അത് ടൈപ്പ് സ്ക്രിപ്റ്റിലെ കൗണ്ടിനെ എഫക്ട് ചെയ്യണം. ആ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിളും അതിന്റെ കൂടെ ചേഞ്ച് ആവണം. നമുക്ക് നോക്കാം അതിന് എന്താ ചെയ്യേണ്ടത് നോക്കാം. അതിനാണ് നമുക്ക് ഈ കൗണ്ടിനെ നമുക്ക് ഇവിടെ ഒന്ന് കേളി ബ്രാക്കറ്റ് ഇന്റർപോളേറ്റ് ചെയ്യാം. കൗണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് 2-വേ ഡാറ്റ ബൈൻഡിങ് ഉണ്ടാവുന്നത്. ഓക്കെ, കണ്ടോ, ഇപ്പൊ ഇവിടെ ഇനീഷ്യലി 0 ആണ്, ഇവിടെയും 0 ആണ്. ഓക്കെ, ഇതിപ്പോ കമ്പയർ ചെയ്യാൻ ടൈപ്പ് സ്ക്രിപ്റ്റ് വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ HTML വാല്യൂ ആണ്. ഓക്കെ, ഇതിനെ മാറ്റി 10 ആക്കി. കണ്ടോ, ഈ വാല്യൂ 10 ആയി. ഇവിടെ മാറ്റി 200 ആക്കി, ഈ വാല്യൂ 200 ആയി. അതായത് നമ്മൾ ഇനീഷ്യലി ഇവിടെ ഒരു വാല്യൂനെ ഡിക്ലെയർ ചെയ്തു, കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. അതിനെ നേരെ നമ്മൾ ഈ ഇൻപുട്ടിൽ ബൈൻഡ് ചെയ്തു, കൗണ്ടിനെ ബൈൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് ആ 0 അവിടെ കിട്ടി. ഇനി നമ്മൾ ഈ കൗണ്ടിനെ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇനീഷ്യലി ഇത് 0 ആയിരുന്നു ആദ്യം. ആ 0നെ മാറ്റി 100 ആക്കിയപ്പോ എന്തായി, ആ 100 നേരെ ഈ ടൈപ്പ് സ്ക്രിപ്റ്റില് ഈ 0 മാറ്റി ഇവിടെ 100 ആയി. അവിടെ 100 ആക്കിയപ്പോ ഇവിടെയും 100 ആയി. ആ 100 ആണ് നമ്മൾ ഇവിടെ കേളി ബ്രാക്കറ്റിൽ ഇന്റർപോളേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ചേഞ്ച് ചെയ്തപ്പോ 100 കൊടുത്തപ്പോ ഇവിടെ 100 വന്നു. ഓക്കെ, ഇതാണ് 2-വേ ഡാറ്റ ബൈൻഡിങ്. ഓക്കെ, ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു API കോൾ, അതായത് HTTP കോൾ ഉണ്ട്. അത് നമുക്ക് ഒരേ ഒബ്ജക്റ്റ് കിട്ടി. അത് ഒരു അറേയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആ അറേനെ നമുക്ക് ഇവിടെ ബൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ng മോഡൽ ഉപയോഗിക്കാം. കാരണം നമ്മൾ ഇവിടെ ബൈൻഡ് ചെയ്തിട്ട് അറേയിൽ വല്ല ചേഞ്ചും വരുത്തണമെങ്കിൽ നമുക്ക് ഈ ng മോഡൽ വഴി ഇവിടെ ചേഞ്ച് വരുത്തിയാൽ അത് അവിടെയും എഫക്റ്റ് ആകും. അങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ 2-വേ ഡാറ്റ ബൈൻഡിങ് വെച്ചിട്ട് ഞാനൊരു കൗണ്ടർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആ കൗണ്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ 1000 കൊടുത്താൽ ആ വാല്യൂ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് എനിക്ക് തിരിച്ചറിയണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് എനിക്ക് ആദ്യം ഒരു ബട്ടൺ വേണം. ഓക്കെ, ചെക്ക് കൗണ്ടർ.
ഞാൻ അതിൻ്റെ ഒരു ഇവന്റ് ഹാൻഡ്ലിംഗ് കൊടുത്തു, ക്ലിക്ക് ഇവന്റ് കൊടുത്തു. ഓക്കെ, ക്ലിക്ക് ജസ്റ്റ് ഒരു ചെക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു ഇവിടെ. ഓക്കെ, അതിനെ ഞാൻ നേരെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ കൊണ്ടുപോയി കാൾ ചെയ്തു, ചെക്ക്. ഓക്കെ, എൻ്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ കൗണ്ട് വാല്യൂ എനിക്ക് ഇവിടെ ഈവൻ ആണോ ഓഡ് ആണോ തിരിച്ചു തരണം. അപ്പൊ അതിന് നമുക്കൊരു ലോജിക് എഴുതാം. ഇഫ് ദിസ് ഡോട്ട് കൗണ്ട് മോഡുലോ ബൈ 2 ഈക്വൽ ടു 0. അതായത് നമുക്ക് ഈ കൗണ്ട് മോഡുലോ ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ റിമൈൻഡർ കിട്ടും. റിമൈൻഡർ 0 ആണെങ്കിൽ ഇതെന്തായാലും ഈവൻ ആണ്, അല്ലെങ്കിൽ ഇതെന്തായിരിക്കും ഓഡ് ആയിരിക്കും. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഒരു വേരിയബിൾ കൂടെ ഡിക്ലെയർ ചെയ്യാം, പബ്ലിക് str is equal to, നമുക്ക് ഇത് ആദ്യം എംപ്റ്റി കൊടുക്കാം. ഇനി ഇത് ഈവൻ ആണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും, ദിസ് ഡോട്ട് str is equal to ഈവൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഡോട്ട് str is equal to odd. ഓക്കെ, ഇനി നമുക്ക് str നെ കൗണ്ട് ഇന്റർപോളേറ്റ് ചെയ്ത പോലെ നമുക്ക് str നെ ഇന്റർപോളേറ്റ് ചെയ്യാം. ഓക്കെ, str. ഓക്കെ, നമുക്ക് ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിവിഷനിൽ എഴുതാം. ഓക്കെ, ഡിവിഷൻ, സോറി, സ്റ്റൈൽ കൊടുക്കാം, ടെക്സ്റ്റ് അലൈൻ സെന്റർ. ഓക്കെ, ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോ ഇനീഷ്യലി 0 ആണ്, നമുക്കൊരു 100 കൊടുക്കാം, ചെക്ക് ഔട്ട് ചെയ്യാം. ഉണ്ടോ, 100 നമുക്ക് ഇവിടെ ഈവൻ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ 199 നമുക്ക് ചെക്ക് ഉണ്ടോ, അപ്പൊ 199 ഓഡ് കിട്ടി. പക്ഷെ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഇവിടെ 1 കൊടുത്താലും ഇവിടെ ഈ ഓഡ് എന്ന് പറഞ്ഞ് വെറുതെ വന്ന് കിടക്കും, ചെക്കൗട്ട് ചെയ്താൽ മാത്രമേ മാറത്തുള്ളൂ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഹൈഡ് ആൻഡ് ഷോ ചെയ്യണം. ഓക്കെ, നമുക്ക് ഹൈഡ് ആൻഡ് ഷോ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ ഞാൻ ഇതിനെ ഒരു h1 ടാഗിൽ ഇട്ടു, ഈ കൗണ്ടും സ്ട്രിങ്ങിനെയും h1 ടാഗിൽ ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ടുണ്ട് h1 ടാഗില്, നമുക്ക് h1 ടാഗിലല്ല HTML ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ഹിഡൻ. ഓക്കെ, നമ്മൾ ആ ഹിഡനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഇവിടെ ഞാൻ ശരിക്കും ഒരു ബൈൻഡിങ് ചെയ്യുന്നത്, പ്രോപ്പർട്ടി ബൈൻഡിങ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈസ് ഹിഡൻ എന്ന് പറഞ്ഞ ഒരു ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട് വിചാരിക്കും. ഓക്കെ, ഇനി ഈസ് ഹിഡൻ ട്രൂ ആണെങ്കിൽ ഇത് ഹൈഡ്, ഈ മൊത്തത്തിൽ ഇത് ഹൈഡ് ആവും. ഈസ് ഹിഡൻ ഫാൾസ് ആണെങ്കിൽ ഇത് മൊത്തത്തിൽ ഷോ ആവും. അതാണ് ഇവിടെ നടക്കുന്ന ലോജിക്. ഓക്കെ, അപ്പൊ നമ്മൾ ഈസ് ഹിഡൻ ട്രൂ ആണോ ഫാൾസ് ആണോ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടൈപ്പ് സ്ക്രിപ്റ്റിൽ തന്നെ ഈ കമ്പൗണ്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, സോ പബ്ലിക് ഈസ് ഹിഡൻ ഈസ് ഈക്വൽ ടു, ഇനീഷ്യലി എനിക്ക് ഈ വാല്യൂ എപ്പോഴും ട്രൂ ആയിരിക്കണം, കാരണം നമുക്ക് ഇനീഷ്യലി ഈ ഈവൻ ആണോ ഓഡ് ആണോ ഒന്നും കാണണ്ട. ഓക്കെ, ഇപ്പൊ കണ്ടോ ആ വാല്യൂ ഒന്നുമില്ല ഇവിടെ. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ എനിക്കിത് കാണാവൂ. ഓക്കെ, ഈ ചെക്ക് എന്ന് പറഞ്ഞ ഇവന്റ് ട്രിഗർ ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാവൂ. അത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ദിസ് ഡോട്ട് ഈസ് ഹിഡൻ ഈക്വൽ ടു ഫാൾസ്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഓക്കെ, ഇവിടെ ഞാനൊരു 100 കൊടുത്തു, ഇനി ചെക്കൗട്ട് കൊടുത്താൽ കണ്ടോ 100 ഈസ് ഈവൻ. ഓക്കെ, പക്ഷെ നമുക്ക് ഇപ്പോഴും ആ പ്രോബ്ലം ഉണ്ട്, കാരണം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ബട്ടണും കൂടെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, ഒരു ബട്ടൺ ക്ലിയർ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അതിന് ഞാനൊരു ക്ലിയർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, സോറി, ക്ലിക്ക് ക്ലിയർ എന്ന് പറഞ്ഞ് ഒരു ഇവന്റ് ഹാൻഡ്ലിംഗ് എഴുതി. ഇനി ഞാൻ ഈ ക്ലിക്ക് ക്ലിയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ ഇവിടെ കോൾ ചെയ്തു. ഓക്കെ, ഇനി എന്തായിരിക്കണം, ഈ ക്ലിയർ കൊടുക്കുമ്പോൾ ദിസ് ഡോട്ട് ഈസ് ഹിഡൻ വീണ്ടും ട്രൂ ആയിരിക്കും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് രണ്ട് ബട്ടൺ വന്നു. ഇവിടെ ഞാൻ 2099 കൊടുത്തു. ഓക്കെ, ഇനി ചെക്ക് കൗണ്ട് കൊടുത്തുണ്ടോ 2099 ഈസ് ഓഡ്. ഇനി ക്ലിയർ കൊടുത്ത് എന്താ സംഭവിക്കുക നോക്കാം.
കണ്ടോ, അത് മൊത്തത്തിൽ ക്ലിയർ ആയി പോയി. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സിഡൻ ഇനീഷ്യലി ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഈ സിഡൻ ട്രൂ ആണ്, അതായത് ഇത് എപ്പോഴും ഹൈഡ് ആയിരിക്കണം ഇനീഷ്യലി. ഓക്കെ, ഈ വാല്യൂ ഇവിടെ ട്രൂ ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ എന്തായി, ഹിഡൻ ഈക്വൽ ട്രൂ എന്ന് പറഞ്ഞാൽ ഇത് ഹിഡൻ ആയി. ഓക്കെ, ഇത് നമ്മൾ ഈ പിന്നെ കാൾ ചെയ്യുന്ന ഈ ചെക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ചെക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കാൾ ചെയ്യുമ്പോൾ അത് നടക്കുന്നുണ്ടോ, ഇവിടെ നമ്മൾ നേരെ മാറ്റി ഈ സിഡൻ ഫാൾസ് ആക്കി വെച്ചു. അപ്പൊ എന്തായി, ഇവിടെ ഫാൾസ് വന്നു, ഇത് ഷോ ആയി. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ചെയ്യുന്ന ഒരു ക്ലിയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ക്ലിയറിൽ നമ്മൾ വീണ്ടും ഈ സിഡൻ ട്രൂ ആക്കി. അപ്പൊ എന്ത് ചെയ്യും, ഈ സിഡൻ വാല്യൂ വീണ്ടും ട്രൂ വന്നു, ഇത് വീണ്ടും ഹൈഡ് ആയി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. കുറച്ച് ലാർജ് വാല്യൂ ചെക്ക് കൗണ്ട് കണ്ടോ, ഈ വാല്യൂ ഓൾ ആണ്. ഇനി ക്ലിയർ ചെയ്താൽ ഇത് പോയി. ഓക്കെ, നമുക്ക് 9 ചെക്ക് ചെയ്യാം. കണ്ടോ, 9 ഓഡ് ആണ്. ഓക്കെ, 10 ചെക്ക് ചെയ്യാം, 10 ഈവൻ ആണ്. സോ നമുക്ക് ഇനി ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ഓഡാണോ ഈവൻ ആണോ എന്ന് ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ഇതൊരു സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ടു വേ ഡാറ്റ ബൈൻഡിങ്ങിന്റെ ഒരു ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ ഗൈസ്, സോ താങ്ക് യു ഫോർ വാച്ചിങ്.